കച്ചവടക്കാരൻ ശ്രീ ഷാജി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഷാജി, നേരത്തെ എന്താണ് താങ്കൾ അവിടെ കച്ചവടം ചെയ്യുന്നത്? താങ്കളോടും കട അടയ്ക്കാനുള്ള നിർദ്ദേശമുണ്ട് അല്ലേ? അല്ല, ഞാനവിടെ ബജി കച്ചവടമാണ് ചെയ്യുന്നത്. സാധാരണ ഇന്നലെ 8:30-9 മണിക്കാണ് ഈ നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസ് നൽകുമ്പോൾ തുച്ഛമായ കടയുള്ളൂ, ബാക്കി എല്ലാവരും അടച്ചു. അപ്പം പറഞ്ഞ് കട തുറക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര കടകൾക്കാണ്? താങ്കളുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ കടകളോടും അവർ പോകാൻ പറഞ്ഞിട്ടുണ്ടല്ലേ? ഇന്നലെ രാത്രി ഇവിടെ തുറന്നു വെച്ച എല്ലാ കടക്കാർക്കും പോലീസ് നോട്ടീസ് കൊടുത്തു. കാരണം പോലീസിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കാരണം PCC സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നൽകിയിട്ടാണ് നമുക്ക് ലൈസൻസ് ഇവിടെ നൽകുന്നത്. അവിടെ പോലീസിന്റെ കർശന നിർദ്ദേശം ഞങ്ങൾ പാലിക്കും. പക്ഷെ ഇന്നുവരെയൊക്കെ ഇതുപോലെ ആലപ്പുഴയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ് കച്ചവടക്കാർക്ക് വന്നിരിക്കുന്നത്. കാരണം അത്രത്തോളം ഈ PMSന്റെ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ വളരെ 1,00,000 പേരോളം ഇതിനകത്ത് പങ്കെടുക്കും എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള സാധനങ്ങളും മറ്റ് ക്രമീകരണങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്തത്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു നോട്ടീസ് കിട്ടിയപ്പോൾ കച്ചവടക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴും. അതായത് ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചു, ഇത്രയും പേർ വരുമല്ലോ എന്ന് കരുതി ആ വലിയ നഷ്ടത്തിലേക്ക് പോകേണ്ടി വരും അല്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരുന്ന ഒരു പരിപാടി ആയതിന്റെ പേരിൽ തന്നെ ഒരുപാട് ആളിവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ കരുതിയിരിക്കാൻ നമ്മുടെ ഈ സംഘടന തന്നെ നമുക്ക് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് പൈസ മുടക്കി. കാരണം ഇപ്പം 1-2 മാസമായിട്ട് നോമ്പ് കാലങ്ങളൊക്കെ ആയിട്ട് കച്ചവടങ്ങളൊക്കെ വളരെ കുറവായി. ദയവായി ഒന്ന് തുടരുക ശ്രീ ഷാജി. CPM ജില്ലാ സെക്രട്ടറി R നാസർ നമുക്കൊപ്പം. ശ്രീ R നാസർ, കച്ചവടക്കാർ പറയുന്നതും താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ 1-2 പേരല്ല, ഒരു ഭാഗത്തെ മുഴുവൻ കച്ചവടക്കാരോടും കട അടയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ നഷ്ടത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കച്ചവടക്കാരൻ ഇപ്പോൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. താങ്കളത് കേൾക്കുന്നുണ്ടോ? കച്ചവടക്കാരൻ അവർക്ക് ആരും പറഞ്ഞിട്ടില്ലെന്ന്. അവിടെ ഇന്നലെ 2-3 പോലീസുകാർ അവിടെ ചെന്നിട്ട് ഈ ഗ്യാസ് വെച്ചിരിക്കുന്ന കടകള് അതിന്റെ കാര്യം പറഞ്ഞുള്ളൂ. അല്ലാണ്ട് വേറൊരു താങ്കൾ ഒരു സെക്കൻഡ് ഒന്ന് ഇത് കേൾക്കാമോ? ശ്രീ ഷാജി, അങ്ങനെ ആരും കച്ചവടക്കാരത് നാസർ സാർ പറഞ്ഞത് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ തെളിവുണ്ടല്ലോ, 34 കട 35 കടക്ക് കൊടുത്ത നോട്ടീസിന്റെ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പൊ നമ്മളിവിടെ കള്ളം പറയുന്നതല്ലല്ലോ. ഒരു കടയ്ക്ക് കൊടുത്ത നോട്ടീസാണ് നിങ്ങൾ ഈ 35 കടയിലാണെന്ന് പറഞ്ഞ് അടക്കണത്. നിങ്ങൾ കാണില്ല, ഒരു കടയും പൂട്ടുന്നുണ്ടല്ലോ. അവിടെ പൂട്ടിയിട്ടില്ല, പൂട്ടൊന്നും ഇല്ല. ഒരു കടയും പൂട്ടുന്നില്ല. എല്ലാ കടയും കച്ചവടം നടത്തുന്ന അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവിടെ പോയി വെറുതെ ആവശ്യമില്ല, നിങ്ങൾ പോയി കച്ചവടം ചെയ്യും. മര്യാദയ്ക്ക് പോയി അവിടെ പോയി കച്ചവടം ചെയ്യും. നിങ്ങൾ അവിടെ പോയി കച്ചവടം ചെയ്യ്, യാതൊരു പ്രശ്നമില്ല. അവിടെ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ചാനൽ കൊണ്ട് വെച്ചിട്ട് ഗവൺമെന്റിനെയും മോശപ്പെടുത്താൻ വേണ്ടിയുള്ള പണി നടത്തിക്കൊണ്ടിരിക്കാതെ. അല്ല, അപ്പൊ പോലീസിന്റെ നിർദ്ദേശം അത് വിഷയം ആകണ്ട എന്നാണ്. ഇവർക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കേണ്ട സാഹചര്യത്തിൽ പോലീസ് നിർദ്ദേശത്തെ മറികടന്ന് എങ്ങനെ കട തുറക്കും? നിർദ്ദേശമില്ല. അവർക്ക് ലൈസൻസ് ഉണ്ട്. ലൈസൻസ് കൊടുത്തതാരാ? ലൈസൻസ് കൊടുത്തതാരാ? ഇവിടെ അല്ല, പോലീസാണ് സാറേ. ഇവിടെ പോലീസാണ്. ലൈസൻസ് തന്നതാരാണ്? കളക്ടറുടെ ഓർഡർ ആണെന്ന് പറഞ്ഞിട്ടാണ് പോലീസോട് നൽകിയിരിക്കുന്നത്. നമുക്ക് അതല്ലേ സ്വീകരിക്കേണ്ടത്. എന്നാ നിങ്ങൾ പൂട്ടിയിട്ട് നിങ്ങളെല്ലാം ചെയ്യും. അവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അവിടെ 1-2 കട ഈ ഗ്യാസ് വെച്ച് കച്ചവടം നടത്തുന്ന കടയില്ലേ, സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അതിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്ത് കിടക്കുന്ന കടയ്ക്കകത്ത് ഈ സെമി പെർമനന്റ് ആയിട്ടുള്ള കടയ്ക്കകത്ത് കൊണ്ടുവന്ന് ഗ്യാസ് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റിക്കാർ പറയും സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അത് കത്തിക്കാൻ പറ്റിയില്ലെന്ന് പറയും. ഇതല്ലാണ്ട് വേറെ എവിടെ എന്താ സംഭവം? അല്ല ശ്രീ R നാസർ, അങ്ങനെയാണെങ്കിൽ ഇതൊരു തെറ്റിദ്ധാരണ മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിക്കെതിരെയോ സർക്കാരിനെതിരെയോ ഒരു നീക്കത്തിനുള്ള ശ്രമമാണെങ്കിൽ അത് താങ്കൾക്ക് തന്നെ അത് പരിഹരിക്കാമല്ലോ. ഈ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ പോലീസിനോട് പാർട്ടിക്ക് തന്നെ ഇടപെട്ട് സംസാരിക്കാവുന്ന വിഷയമാണല്ലോ. ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം എന്തുകൊണ്ട് വന്നുവെന്ന് പറഞ്ഞല്ലോ. യാതൊരു പ്രശ്നമില്ല. അല്ല, കടക്കാരോടല്ലോ അത് പറയേണ്ടത്. കടക്കാരോട് താങ്കൾ പറയുന്നതല്ലോ അതിന്റെ വഴി. ബന്ധപ്പെട്ടവരോടെല്ലാം പറഞ്ഞു, പോലീസിനോടും പറഞ്ഞിട്ടുണ്ട്, കളക്ടറോടും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. യാതൊരു പ്രശ്നമില്ല, അവിടെ നടത്തിക്കോളും. അവർ സമ്മതിച്ചിട്ടുണ്ട്. അവർ ചെയ്തത് ഇത്ര മാത്രമാണ്, വേറെ. അതായത് ഇവർ കട തുറക്കുകയാണെങ്കിലും മറ്റു വിഷയങ്ങൾ ഉണ്ടാവുകയില്ല. അത് പാർട്ടി പറയുന്ന ഒരു ഉറപ്പ് കൂടിയാണോ? പാർട്ടി ആ തരത്തിൽ സർക്കാരിനോട്, അല്ലെങ്കിൽ സർക്കാരിനോടും ഒപ്പം തന്നെ പോലീസിനോടും സംസാരിച്ചിട്ടുണ്ടെന്നാണോ? അടയ്ക്കാൻ വേണ്ടി കളക്ടറോ SP പോലീസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അവരുടെയൊക്കെ ബന്ധപ്പെട്ട ശേഷമല്ലേ പറയണത്. അവിടെ നടന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസ് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ചില കടകളിൽ ഗ്യാസ് കത്തിക്കുന്നുണ്ട്. ആ കത്തിക്കുന്ന കടകൾ ആ സമയത്ത് കത്തിക്കാൻ പാടില്ല.
അവിടെ മുഖ്യമന്ത്രി അങ്ങോട്ട് കടന്നു പോകുന്ന സ്ഥലത്ത് കടപ്പുറം ആയതുകൊണ്ട് കടന്നു പോകുന്ന സ്ഥലത്തുണ്ട് 2 കടയുണ്ട്, അതങ്ങോട്ട് മാറ്റി വെക്കാൻ പറഞ്ഞു. അത് മൊബൈൽ അങ്ങോട്ട് മാറ്റാവുന്ന കടയാണ്, അത് മാറ്റി വെക്കാൻ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം, വേറെ ഒരു സംഭവമില്ല. ശ്രീ ഷാജി, താങ്കൾ അത് കേൾക്കുന്നുണ്ടോ? അത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത് പോലീസും നോട് ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കളക്ടറോ പോലീസോ ഒന്നും അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടില്ല. നിങ്ങൾ കട തുറക്കൂ, നിങ്ങൾ കട തുറക്കൂ എന്നാണ് പറയുന്നത്. അല്ല, ഇതിപ്പോഴേ നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ല, PCC ലൈസൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത്. എനിവേ നാളെ ഏതെങ്കിലും രീതിയിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു നേതാക്കന്മാരും കാണത്തില്ല ഇവര് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. പോലീസാണ് നമുക്ക്. അല്ല ശ്രീ ഷാജി ജമാൽ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ഒരു കടയ്ക്ക് കൊടുത്ത നോട്ടീസാണ് മറ്റെല്ലാ കടക്കാർക്കും കൊടുത്തതായി കാണിക്കുന്നത് എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഗവൺമെന്റ് അനുവാദം തന്ന ലൈസൻസും കാര്യങ്ങളും തന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ നിങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നത്? അവർ പ്രവർത്തിക്കുന്നത് അവിടെ അല്ലേ? അത് തന്നത് ആരാണ്? ഈ നിങ്ങൾക്ക് അനുവാദം, അവിടെ അനുവാദം കച്ചവടം നടത്താനുള്ള അനുവാദം മറ്റാരും തന്നതാരാ? പോർട്ടാണ് സാർ തന്നിരിക്കുന്നത്. പോർട്ടല്ലേ ഒന്ന്? ആ പോർട്ടിന് ആരാ നേരത്തെ കൊടുത്തോണ്ടിരിക്കുന്നത്? ശരി സാറേ, അത് ഔദ്യോഗികമായിട്ട് നമുക്ക് അവർ നടത്തിക്കുമെന്ന് ഔദ്യോഗികമായിട്ട് ഇന്നലെ നിങ്ങൾക്ക് ഒരു കച്ചവടം ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന സൗകര്യം ഒരുക്കി തന്നത് നമ്മളാണ്. നിങ്ങൾ വേറെ കർശനം പറയാതെ അവിടെ നിങ്ങൾ ഒളിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുവോ? നിങ്ങൾ ഏത് പ്രശ്നത്തിലാണ് ഞങ്ങൾ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരുന്നത് കൊണ്ട് വളരെ സന്തോഷത്തിലാണ് നമ്മൾ സാധനങ്ങളൊക്കെ, ഒരുപാട് സാധനങ്ങളൊക്കെ. എങ്കിൽ നിങ്ങൾ ഈ ചെയ്ത് ഇത് തന്നെ കേട്ടോ നിങ്ങൾ ചെയ്യാൻ പാടുള്ളത്. ഞങ്ങളാണ് പിന്നല്ലേ ഇല്ല അറിയുന്നത്. നിങ്ങളാണ് ആവശ്യമില്ലാത്ത പ്രചരണം നടത്തി നാട്ടു മുഴുവൻ പ്രശ്നം. ശ്രീ ഷാജി, താങ്കളുടെ എന്ത് തരം കടയാണ്? ശ്രീ ഷാജി, ഈ നേരത്തെ പറഞ്ഞ ഈ സുരക്ഷാ വിഷയം ഉണ്ടാകുന്ന തരത്തിലുള്ള കടയാണോ? നമ്മുടെ ചായ സ്നാക്സ് ഒക്കെ ഇവിടെ വിൽക്കുന്ന കടയാണ്. അത് സ്റ്റേജുമായിട്ടല്ല, വളരെ ദൂരമാണ്. സ്റ്റേജുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഇടമാണ്. അവിടത്തെ കച്ചവടം നടത്തുന്ന ആര് തടസ്സപ്പെടുത്തിയെന്നാ പറയണത്? സാറേ, ഇന്നലെ പോലീസ് രാത്രി സാറേ 8:30 മണിക്ക് കൊണ്ട് നോട്ടീസ് എല്ലാ കടക്കാർക്കും കൊടുത്തു സാറേ. ഇത് തെളിവുള്ളതല്ലേ ഇവിടെ? ഞാനിപ്പോ അവിടെ പോയിട്ട് എല്ലാ കടക്കാരെയും കണ്ട്, മുഴുവൻ പേരെയും കണ്ട് അവരോട് സംസാരിച്ചിട്ടാണ് ഞാനിപ്പോ വരുന്നത്. സാറുള്ളപ്പോ ഞാനും ഉണ്ട്, സാറിന്റെ തൊട്ടടുത്ത് ഞാനും ഉണ്ട് ഇവിടെ. പിന്നെന്താ നിങ്ങൾ പറഞ്ഞില്ലേ? വളരെ കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെന്താ പ്രശ്നം? അല്ല സാറേ, നേതാക്കന്മാര് പറയുന്ന പോലെയല്ലോ. പോലീസുകാര് ഔദ്യോഗികമായിട്ട് നമുക്ക് കത്ത്, പേര് ഉൾപ്പെടെ അഡ്രസ് ഉൾപ്പെടെ എഴുതി വാങ്ങിയിട്ട് പോയതാണ് ഇന്നലെ. നമ്മൾ നാളെ ചെയ്യുന്ന കടയുടെ സോൺ നമ്പർ ഉൾപ്പെടെ. ഇപ്പൊ നാളെ എന്തെങ്കിലും അതിക്രമം വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നാളെ പോലീസിന്റെ നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരത്തില്ല സാറേ. അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളുടെ കച്ചവടം നിർത്തിയോ? ഇനി കച്ചവടം നടത്താൻ നിർത്തിയോ? പരിപാടി നിർത്തിയോ? അല്ല, എല്ലാരും നിങ്ങൾ കട നിർത്തിയോ? അല്ല, നിങ്ങൾ കട നിർത്തിയെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഇനി കട നടത്തുന്നില്ല. ഇങ്ങനെ പോലീസ് പറഞ്ഞ കട നിർത്തുന്നില്ല. വെരി ഗുഡ്, ആയിക്കോട്ടെ. നിങ്ങൾ സ്വയം തീരുമാനിക്കുക, നമ്മൾ പറയുന്നതല്ല. അല്ല ശ്രീ ആർ നാസർ, ഇവരുടെ കടയുടെ നമ്പർ അടക്കം അല്ലെങ്കിൽ വിശദ വിവരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് പോലീസ് പോയി എന്നാണല്ലോ പറയുന്നത്. സ്വാഭാവികമായിട്ടും അവര് അവിടെ കച്ചവടം ചെയ്യുന്ന ആരൊക്കെയാണെന്നുള്ള രേഖപ്പെടുത്തിയല്ലേ പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ട് പോവുകയല്ലേ? അത് അടയ്ക്കാൻ വേണ്ടിയിട്ടാണോ? തൊട്ടടുത്ത് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അതിന് തൊട്ടടുത്ത് നടത്തുന്ന കടയുടെ നമ്പറും കാര്യങ്ങളൊക്കെ പോലീസ് അവരൊന്ന് എഴുതിയെടുക്കുകയല്ലേ? ഒറ്റ സെക്കൻഡ് ശ്രീ ആർ നാസർ, ഒറ്റ സെക്കൻഡ് ഇതൊന്ന് ചോദിച്ചോട്ടെ. ശ്രീ ഷാജി, താങ്കളോട് കട അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നേരിട്ട് പറഞ്ഞിരുന്നോ പോലീസ്? സൗത്തിലെ SI ആണ് ഇന്നലെ 2 പോലീസുകാരോട്ട് എന്ന് പറഞ്ഞാൽ കട തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ടല്ലേ പറയാം, നമ്മൾ ഒരുപാട് പൈസ മുടക്കി ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരുന്നതിന്റെ പേരിൽ കച്ചവടം നടക്കും എന്ന്. എന്റെ കാര്യം ഞാൻ അവിടെ വന്ന് നിൽക്കുമ്പോ സൗത്തിലെ SI ഇല്ലേ, അവരെല്ലാം അവിടെ ഉണ്ടല്ലോ, അവരുടെ സാന്നിധ്യത്തിലല്ലേ അവിടെ ഞാൻ പറഞ്ഞത്. സാറേ, ഞാനേ CA സാറ് നിൽക്കുമ്പോൾ തന്നെ CAയോട് ചോദിച്ചതാണ്. ഇപ്പൊ CA പറഞ്ഞത് SP-യോട് ചോദിച്ചിട്ട് നിർദ്ദേശം പറയാനും പറഞ്ഞിട്ട് CA പോയി. അല്ലെ വേറെ ഒന്നും ആയിക്കോട്ടെ. അതുകൊണ്ടാണ് അത് തന്നെ. അത് SP-യോട് ഞാൻ സംസാരിച്ചില്ല, SP-യോട് സംസാരിച്ച്, കളക്ടറോടും സംസാരിച്ച്, അതിനുശേഷമാണ് ഇങ്ങനെ ഒരു കാര്യം വന്ന്. സാറൊരു ഉപകാരം ചെയ്ത് വെച്ചാൽ മതി. സാറ് ഒന്ന് SP വിളിച്ചിട്ട് ഇന്നലെ നൽകിയിരിക്കുന്ന അത് ഒന്ന് പിൻവലിച്ചാൽ മാത്രം മതി. വേറെ ഒന്നും സാറും ചെയ്തു തരണം. ഒരു സഹായം അങ്ങനെ ചെയ്തു തരാൻ പറ്റുമോ? എന്ത് പിൻവലിക്കാൻ? അല്ല ശ്രീ ആർ നാസർ, ആ നോട്ടീസ് ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. ശ്രീ ഷാജി ജമാൽ, താങ്കളോട് സംസാരിക്കുന്ന ഷാജി ജമാലിന് കൊടുത്ത നോട്ടീസ് ഉണ്ട്. ആ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് അല്ല, ഞാനത് പറയുന്നത് താങ്കളൊന്ന് കേൾക്കൂ. സൗത്ത് പോലീസ് സ്റ്റേഷനിലെ SHO കൊടുത്തിരിക്കുന്ന നോട്ടീസാണ്. ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഷാജി ജമാലിന്റെ പേരിൽ തന്നെ നൽകിയിരിക്കുന്ന നോട്ടീസ്. നാളെ കട പൂർണ്ണമായി അടച്ചിടണം എന്ന് അദ്ദേഹത്തിന് നേരിട്ട് നോട്ടീസ് കൊടുത്തിരിക്കുന്നു. ആ നോട്ടീസിന്റെ കോപ്പി നമ്മുടെ കയ്യിലുണ്ട്. സൗത്ത് പോലീസ് സ്റ്റേഷൻ, ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷന്റെ SHO നേരിട്ട് കൊടുത്തിരിക്കുന്ന എഴുതിയിരിക്കുന്ന നോട്ടീസാണ്.
നാളെ 11/4, അതായത് ഇന്നലെ കൊടുത്തത് ഇന്ന് അടച്ചിടണം എന്ന്, പൂർണ്ണമായി അടച്ചിടണം എന്ന്, പൊതുസുരക്ഷയുടെ ഭാഗമായിട്ട് അടച്ചിടണം എന്നാണ്. പൊതുസുരക്ഷയുടെ ഭാഗമായിട്ട് ഈ കച്ചവട സ്ഥാപനം അടച്ചിടണം പൂർണ്ണമായിട്ട്. പൊതുസുരക്ഷയുടെ ഭാഗമായിട്ട് അവിടെ ഗ്യാസ് കത്തിക്കുന്നുണ്ടോ അയാളുടെ ജോലി? ശ്രീ ഷാജി ജമാൽ, താങ്കൾ സ്റ്റേജിന്റെ അടുത്തല്ല കട എന്നല്ലേ പറഞ്ഞത്? പക്ഷെ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ടല്ലേ? സ്റ്റേജിന് അടുത്തല്ല കട, സ്റ്റേജിന് കുറച്ചും കൂടെ മാറിയിട്ടാണ് നമ്മുടെ കട. അവിടെ ഗ്യാസ് കത്തിക്കുന്നുണ്ടോ? ഗ്യാസ് കത്തിക്കുന്നുണ്ട്, ചായയൊക്കെ ഉള്ള കട. അത് ആ ഗ്യാസ് കത്തിക്കുന്ന കടയാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്യാസ് കത്തിക്കുന്ന കട, ആ ഗ്യാസ് കത്തിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അതാ പറഞ്ഞിരിക്കുന്നത്. സെക്യൂരിറ്റിയുടെ ഭാഗമാണ്, അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ സുഹൃത്ത് വെറുതെ ആവശ്യമില്ല. നിങ്ങൾ അവിടെ കട തുറന്ന് പ്രവർത്തിക്കുക, നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞില്ല, പിന്നെ നിങ്ങൾ വെറുതെ ഈ ആവശ്യമില്ല ഉണ്ടാക്കുന്നത്. ശരി. ശ്രീ ഷാജി ജമാൽ, 2 നോട്ടീസ് വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാൻ പാടില്ല കടകൾക്ക്. ആദ്യം രണ്ട് നോട്ടീസ് ഇന്നലെ തന്നത്. ഒന്ന് ഗ്യാസ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്, രണ്ടാമത് നൽകിയിരിക്കുന്നത് കട തുറക്കാൻ പാടില്ല എന്നുള്ളതെന്ന് പറഞ്ഞത് 2 നോട്ടീസാണ് ഇന്നലെ നൽകിയിരിക്കുന്നത്. നമുക്ക് പോലീസിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് അവപ്പാട് സംരക്ഷണം നൽകുന്നത് പോലീസാണ്. പോലീസ് ആണ് നമ്മൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകുന്നത് ഇവിടെ. കാരണം അവരെ വാക്ക് നമുക്ക് പാലിച്ചാൽ മതിയാവും. അവർ ഔദ്യോഗികമായിട്ട് കത്ത് വന്ന് അത് പിൻവലിക്കാൻ അവർ തയ്യാറായി വരികയാണെങ്കിൽ നമ്മൾ കടവർക്ക് നമ്മൾ കച്ചവടം ചെയ്യും. അതിനകത്ത് ഒരു കുഴപ്പമില്ല. അല്ലാതെ ആരെങ്കിലും വന്ന് പറഞ്ഞ് തുറന്നോളാൻ പറഞ്ഞാൽ നാളെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു രീതിയിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സഖാവ് നാസർ ഇവിടെ ഉണ്ടായിരുന്നു. കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്ന് അറിയത്തില്ല. ഏതായാലും ശരി, നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഇന്ന ഒരു ദിവസമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരുന്ന ദിവസം വളരെ പ്രതീക്ഷയായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷയൊക്കെ ഇപ്പൊ അസ്തമിച്ചിരിക്കുകയാണ്. ഷാജി, ഞങ്ങൾ ഒരു കാര്യം കൂടി ചോദിച്ചോളൂ. താങ്കളുടെ കടയിൽ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്, സ്വാഭാവികമായിട്ടും ഈ 2 നോട്ടീസിലും ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരോട് ഇന്ന് അടച്ചിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാത്ത കടകളും ഉണ്ടല്ലോ അവിടെ, ഈ വെള്ളക്കുപ്പികൾ മാത്രം വിൽക്കുന്ന, അങ്ങനെയുള്ളവർക്കും ഈ ഇത്തരം നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. നോട്ടീസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അത്തരം നോട്ടീസിന്റെ കോപ്പികളോ എന്തെങ്കിലും അവരുടെ കൈവശമുണ്ടോ? കാരണം ഇതിന് വ്യത്യസ്തമായിട്ട് ഒരു നോട്ടീസ് ആയിരിക്കുമല്ലോ അപ്പോഴും ഉണ്ടാവുക. ഇന്നലെ രാത്രി 8:30 മണിക്ക് കൊടുത്ത നോട്ടീസിന്റെ എല്ലാ കോപ്പികളും അവരവരെ കയ്യിലിരിപ്പുണ്ട്. ഓക്കെ, റൈറ്റ്. നന്ദി ശ്രീ ഷാജി ജമാൽ. ശരണ്യ സ്നേഹൻ.